ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC+1 ഇംഗ്ലീഷിലെ ചാപ്റ്റർ 7 ഡെത്ത് ദ ലെവലർ. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡെത്ത് ദ ലെവലർ എന്ന പോമിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ലെസണിനകത്ത് ഈ പോമിനകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കെന്ന് പറയുന്നത് എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഗൈഡാണ്. HSCയുടെ എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഗൈഡാണ് ഇത്. മാക്സിം പബ്ലിഷേഴ്സിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Why does the poet think that the glories of our blood and state are shadows? അതിൻ്റെ അർത്ഥം, അതായത് പോയറ്റ് എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്, അതായത് നമ്മുടെ കുടുംബ മഹിമയും സ്റ്റേറ്റസും ഒക്കെ വെറും നിഴലുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഇതാണ്: The poet thinks that the glories of our blood and state are shadows because they are not substantial or concrete things. They don't last. കാരണം ഇതൊന്നും തന്നെ സബ്സ്റ്റാൻഷ്യൽ തിങ്സ് അല്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു സാരമായ വാല്യൂ ഉള്ള കാര്യങ്ങളല്ല, അതൊന്നും ലാസ്റ്റ് ചെയ്യുന്നതുമല്ല. ഇതാണ് അതിൻ്റെ പോയിന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: What do scepter and crown and scythe and spade stand for and what do they symbolize? അതായത് സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് ഉദ്ദേശിക്കുന്നതും സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നതും എന്താണ്, അത് എന്താണ് സിംബോളൈസ് ചെയ്യുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ് ഫോർ ദ റോയൽ ഗ്ലോറി, സ്പ്ലെൻഡർ ആൻഡ് പവർ ഓഫ് റൂളേഴ്സ്. അതായത് രാജാക്കന്മാരുടെ റോയൽ ഗ്ലോറി, അവരുടെ രാജകീയമായിട്ടുള്ള പ്രൗഢിയും സ്പ്ലെൻഡർ, മഹത്വവും ഒക്കെയാണ് ഇവിടെ, അധികാരവും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൈത്ത് ആൻഡ് സ്പെയ്ഡ് സ്റ്റാൻഡ് ഫോർ ദ ടൂൾസ് ഓഫ് വർക്കേഴ്സ്. അതായത് സാധാരണ പണിക്കാരുടെ ടൂൾസാണ് സൈതും സ്പെയ്ഡും. സെപ്റ്റർ ആൻഡ് ക്രൗൺ സിംബോളൈസസ് കിങ്സ്. അതായത് സെപ്റ്ററും ക്രൗണും, അതായത് ചെങ്കോലും കിരീടവും രാജാക്കന്മാരെ സൂചിപ്പിക്കുകയും, അതായത് അധികാരത്തിനെ, അതോറിറ്റിയെ. വേറാസ് സൈത് ആൻഡ് സ്പെയ്ഡ് സിംബോളൈസ് ഓർഡിനറി പീപ്പിൾ. സൈതും സ്പെയ്ഡും സാധാരണക്കാരെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 1 മാർക്കിൻ്റെയാണ്. Why does the poet say that there is no armor against fate? അതായത് വിധിക്കെതിരെ ഒരു പടച്ചട്ടയും ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം ഇങ്ങനെയാണ്: The poet says that there is no armor against fate because death comes to everyone. അതിൻ്റെ പോയിന്റ് ഇതാണ്. കാരണം വിധിക്കെതിരെ ഒരു പടച്ചട്ട, ആർമർ ഇല്ല എന്ന് പറയുന്നതിന് കാരണം മരണം എല്ലാവർക്കും വരുന്നതാണ്. നോബഡി ക്യാൻ റെസിസ്റ്റ് ഇറ്റ്. ആർക്കും അതിനെ തടയാനും സാധിക്കില്ല. നോ ആർമർ വിൽ പ്രൊട്ടക്റ്റ് യു എഗെയിൻസ്റ്റ് ഡെത്ത്. മരണത്തിനെതിരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യാതൊരു വിധ പടച്ചട്ടകളും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. വാട്ട് ഡസ് ദിസ് മീൻ? അതായത് ചില വാള് ഏന്തിയ ചിലർ വയലുകൾ കൊയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇങ്ങനെയാണ്: It means some powerful conquerors might attack other lands and occupy them. അതിൻ്റെ അർത്ഥം ചില വളരെ ശക്തരായിട്ടുള്ള കോൺകറേഴ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ, അവർ മറ്റ് രാജ്യങ്ങൾ പിടിച്ചടക്കുമെന്നും ആ രാജ്യങ്ങളിലെ ശത്രുക്കളെ നശിപ്പിച്ച് ആ രാജ്യം സ്വന്തമാക്കും എന്നുമാണ് ഇവിടെ അതിൻ്റെ അർത്ഥം. Alexander the Great, Napoleon and Hitler are good examples of such mighty men. അലക്സാണ്ടർ ദ ഗ്രേറ്റും ഹിറ്റ്ലറും പിന്നെ നെപ്പോളിയനും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള മൈറ്റി എംപറേഴ്സിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: What is the fate of men with swords who hope to reap the field? അതായത് ഈ കോൺകറേഴ്സിൻ്റെ, വാളേന്തിയ ഈ മൈറ്റി മെൻ, ഈ ഗ്രേറ്റ് വാരിയേഴ്സ്, ഇവരുടെ ഫെയ്റ്റ് എന്താണ്, ഇവരുടെ വിധി എന്താണ്? ഉത്തരം ഇതാണ്: They also die
ആസ് ദേ ഹാവ് ടു ബെൻഡ് ബിഫോർ ഫേറ്റ്. അവർക്കും മരിക്കേണ്ടി വരും, കാരണം അവരും വിധിക്ക് മുമ്പിൽ തല കുനിക്കേണ്ടതായിട്ടുള്ള ഒരു ദിവസം വരും. ഓൾ ആർ ക്യാപ്റ്റീവ്സ് ഓഫ് മൈറ്റി ഡെത്ത്. എല്ലാവരും മരണത്തിൻ്റെ ക്യാപ്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരിക്കൽ മരണത്തിന് കീഴടങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അതും 1 മാർക്കിൻ്റെ തന്നെയാണ്. വാട്ട് ഡസ് ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ റെഫർ ടു? അതായത് മരണത്തിൻ്റെ കടും വയലറ്റ് നിറമുള്ള ഓൾട്ടർ അല്ലെങ്കിൽ അൾത്താര എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ക്വസ്റ്റ്യൻ ഉത്തരം ഇങ്ങനെയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഎവൈറ്റബിൾ ഡെത്ത്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻഎവൈറ്റബിൾ, അതായത് INEVITABLE. ഇൻഎവൈറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്തത്, അതായത് എന്തായാലും വന്നു ചേരും എന്നുള്ളൊരു കാര്യത്തിനാണ് ഇൻഎവൈറ്റബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ് where blood flows and the ground are made purple with the color of blood. അതായത് ഇതിൻ്റെ മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്. അതായത് ഇത് ബാറ്റിൽ ഫീൽഡിനെയാണ് കാണിക്കുന്നത്, അതായത് യുദ്ധഭൂമിയെ. വേർ ബ്ലഡ് ഫ്ലോസ്, രക്തം ഒഴുകുന്നതായിട്ടുള്ള യുദ്ധഭൂമിയെയും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദ ഗ്രൗണ്ട് ആർ മെയ്ഡ് പേർപ്പിൾ വിത്ത് ദ കളർ ഓഫ് ബ്ലഡ്. അപ്പോൾ ഈ രക്തത്തിൻ്റെ നിറം കൊണ്ട് നീലിച്ചതായിട്ട് മാറിയ ഗ്രൗണ്ടിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ദസ് ഇറ്റ് മീൻസ് ബ്ലഡ് ഷെഡ്. അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു മീനിങ് ബ്ലഡ് ഷെഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻ? എന്താണ് ഈ വിക്ടർ വിക്ടിം എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ വിജയി ഇര, വിക്ടിം എന്ന് പറഞ്ഞാൽ ഇര അല്ലെങ്കിൽ തോറ്റുപോയ ആൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. ഇറ്റ് മീൻസ് ദ കോൺകറർ ആൻഡ് ദ കോൺകേർഡ്, ദ ട്രയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ്, ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺകററിനെയും കോൺകേർഡിനെയും, അതായത് കീഴടക്കിയ ആളിനെയും കീഴടക്കപ്പെട്ടവനെയും, പിന്നെ ട്രയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ്, ജയിച്ചവനെയും തോറ്റവനെയും, പിന്നെ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ്, യജമാനനെയും അടിമയെയും. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2 മാർക്കിൻ്റെയാണ്. വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? വൈ? മരണത്തെയും അതിജീവിക്കുന്നത് എന്താണ്? അതായത് അതായത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? അതായത് മരിച്ചു കഴിഞ്ഞ് മണ്ണോടടിഞ്ഞതിൽ വിരിയുന്നത് അല്ലെങ്കിൽ ബ്ലൂം ചെയ്യുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഇങ്ങനെയാണ്. ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, അതായത് നല്ലവരായ മനുഷ്യരുടെ ആക്ഷൻസ്. ദ ഗുഡ് ഡീഡ്സ് ഓഫ് ദ റൈറ്റിയസ് പീപ്പിൾ, ശരിയായിട്ടുള്ള ആൾക്കാരുടെ നല്ല പ്രവൃത്തികൾ. ക്യാൻ സർവൈവ് ഡെത്ത്, ഇതിനാണ് മരണത്തിനെ അതിജീവിക്കാൻ പറ്റുന്നത്. ദ ഗുഡ് ആക്ഷൻസ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് ബിക്കോസ് people will remember them and the aroma of the good actions will continue to waft in the air. അതായത് the good actions blossom in the dust, അതായത് ഈ ഡസ്റ്റിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ നല്ല പ്രവർത്തികൾ വിടരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പീപ്പിൾ വിൽ റിമെമ്പർ ദം, അതായത് നല്ല മനുഷ്യരുടെ നല്ല പ്രവർത്തികൾ അവർ മരിച്ചു പോയാലും ജനം എന്നും ഓർത്തിരിക്കും. ആൻഡ് ദ അരോമ ഓഫ് ദ ഗുഡ് ആക്ഷൻസ്, നല്ല പ്രവൃത്തികളുടെ അരോമ അല്ലെങ്കിൽ സുഗന്ധം വിൽ കണ്ടിന്യൂ ടു വാഫ്റ്റ് ഇൻ ദ എയർ, അത് എന്നും വായുവിൽ പരന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2 മാർക്കിൻ്റെയാണ്. വൈ ഡെത്ത് ഇസ് കോൾഡ് ദ ലെവലർ? എന്തുകൊണ്ടാണ് മരണത്തെ ലെവലർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഇതാണ്. ഡെത്ത് ഇസ് കോൾഡ് ദ ലെവലർ ബിക്കോസ് death shows no distinction and he carries off everybody alike. അതിന് കാരണം മരണത്തിന് ഒരു വേർതിരിവും ഇല്ല, അത് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകും. ഹൈ ആൻഡ് ലോ, റിച്ച് ആൻഡ് പുവർ, സ്ട്രോങ് ആൻഡ് വീക്ക്, റെഡ്യൂസിങ് ദം ഓൾ ടു ഡെത്ത്. അതായത് ഉയർന്നവരെയും താഴ്ന്നവരെയും പണക്കാരെയും പാവപ്പെട്ടവരെയും ശക്തരായവരെയും ശക്തിയില്ലാത്തവരെയും എല്ലാവരെയും ഒരുപോലെ മണ്ണോട് അടിക്കും മരണം. ഹി ഈസ് എൻ ഇക്വലൈസർ. മരണം എന്ന് പറയുന്നത് ഇക്വലൈസറാണ്, എല്ലാവരെയും തുല്യരാക്കുന്ന ഒന്നാണ് മരണം. ഹൂസ് ഐസ്
ഇൻ ഹൂസ് ഐസ് എവ്രിബഡി ഈസ് ഈക്വൽ. മരണത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്. ഹി ലെവൽസ് എവ്രിബഡി ടു വൺ സൈസ്. മരണം എല്ലാവരെയും ഒരേ സൈസിൽ ലെവൽ ചെയ്യുന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് വരികൾ കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. അതിങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇലാബറേറ്റ് ദ ഐഡിയാസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് 2 വരി കൊടുത്തിട്ടുണ്ടാവും. ആ വരികൾ ഇതാണ്: only the actions of the just smell sweet and blossom in the dust. അപ്പോൾ ഇതിന് ഉത്തരവായിട്ട് സ്വന്തം ഐഡിയാസും അഭിപ്രായങ്ങളും ഒക്കെ ഉപയോഗിച്ച് അത് എത്ര മാർക്കിനാണ് അല്ലെങ്കിൽ ആൻസറിൻ്റെ സൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. പിന്നെ അടുത്ത ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 വരി കൊടുത്തിരിക്കുകയാണ്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അതിനെപ്പറ്റി അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെപ്പറ്റി സ്വന്തം വാചകങ്ങളിൽ കുറച്ചും കൂടി മനോഹരമായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതൊരു ഗ്രമാറ്റിക്കൽ കൈൻഡ് ഓഫ് ആക്ടിവിറ്റിയാണ്. ദ ഫോളോയിങ് വേർഡ്സ് ആർ ടേക്കൺ ഫ്രം ദ പോം, പാഴ്സ് ദം. അതായത് ചില വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ എന്താണെന്ന് എഴുതുക. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് വായിച്ചു തരുന്നത് ഒരുപക്ഷെ പലർക്കും ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സെൻറ്റൻസ് കണ്ടാൽ അതിലൊരു വാക്ക് ആ വാക്കിൻ്റെ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉദാഹരണം: ആർമർ നൗണാണ്, നാമമാണ്. ബട്ട് കൺജങ്ഷനാണ് അല്ലെങ്കിൽ കണക്റ്ററാണ്. മെർമറിങ് അഡ്ജക്റ്റീവാണ്, അതായത് ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ബോസ്റ്റ് വേർബാണ്, ആക്ഷനാണ്. വെയർ അഡ്വേർബാണ്. കോൾഡ് അഡ്ജക്റ്റീവാണ്. സ്വീറ്റ് അഡ്വേർബാണ്, അതായത് ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്വേർബ്. വിതർ എന്ന് പറഞ്ഞാൽ വേർബാണ്. ടെയിം വേർബാണ്. സ്റ്റൂപ്പ് വേർബാണ്. ടംബിൾ വേർബാണ്. ഇതെല്ലാം ആക്ഷൻസ് ആണ്. റീപ്പ്, ബോസ്റ്റ്, ബ്ലീഡ്സ് ഇതെല്ലാം തന്നെ ആക്ഷൻ വേർഡ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സാമിൻ ദ റൈം സ്കീം. എക്സാമിൻ ദ റൈം സ്കീം ഓഫ് ദ പോം, വാട്ട് ഇഫക്റ്റ് ഡസ് ഇറ്റ് പ്രൊഡ്യൂസ്. ഈ പോമിലെ റൈം സ്കീം എന്താണ്? ആ റൈം സ്കീം എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ റൈം സ്കീമിനെ പറ്റി പോം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്: ദ റൈം സ്കീം ഓഫ് ദ പോം ഇസ് AB CC DD. ഇതാണ് റൈം സ്കീം. ഇറ്റ് ഗിവ്സ് ദ പോം എ ഹൈലി മ്യൂസിക്കൽ ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആ കവിതയ്ക്ക് ഒരു താളമാണ് കൊടുക്കുന്നത്, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഈ പോമിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്. ഇത് നമ്മൾ നേരത്തെ പോം ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എന്നാലും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒന്ന് പറഞ്ഞു പോകാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ ആണ്. അതായത് ഡെത്തിനെ ഒരു മനുഷ്യനെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ആണ്. അടുത്തത് മെറ്റഫർ. ഗ്ലോറീസ് ആർ ഷാഡോസ് എന്ന് പറയുന്നിടത്ത് മെറ്റഫറാണ്. ഇത് മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റഫറാണ്. പിന്നെ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ്. അതായത് ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് പൂവിനോട് അല്ലെങ്കിൽ പൂവിൻ്റെ ഒരു ഗുണത്തിനോട് ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെയും നമുക്ക് മെറ്റഫർ പറയാവുന്നതാണ്. പിന്നെ മെറ്റോണിമി വരുന്ന 1-2 ഭാഗങ്ങളുണ്ട്. അതായത് ഒരു വേർഡ് കൊടുത്തിട്ട് അത് മറ്റൊരു സൂചന അതിൽ നിന്ന് വായനക്കാർക്ക് കൊടുക്കുന്നതാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നത് രാജാവിനെ അല്ലെങ്കിൽ അധികാരത്തെ കാണിക്കുന്നത് കൊണ്ട് അവിടെ മെറ്റോണിമിയാണ്. പിന്നെ അടുത്തത് സൈദ് ആൻഡ് സ്പെയ്ഡ്, അത് സാധാരണക്കാരെ കാണിക്കുന്നതുകൊണ്ട് അവിടെയും മെറ്റോണിമിയാണ്. പിന്നെ അടുത്തത് ഓക്സിമോറോൺ ആണ്. അതായത് വിക്ടിം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഓക്സിമോറോൺ വരുന്നുണ്ട്. അതായത് ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ യോജിപ്പിച്ച് പറയുമ്പോൾ അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മറ്റ് ചോദ്യങ്ങളുമൊക്കെ. പിന്നെ ഈ പോയട്രിക്ക് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാനും ചിലപ്പോൾ വന്നെന്നിരിക്കും, ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നെന്നിരിക്കും. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ആസ്വാദനം എന്നാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ.
അപ്രീസിയേഷനകത്ത് നമുക്ക് എല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതായത് റൈറ്ററിനെ പറ്റി പറയാം, ഈ പോമിൻ്റെ അർത്ഥം ലൈൻ ബൈ ലൈൻ അതിൻ്റെ സമ്മറി പറയണം, പിന്നെ ഈ പോമിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതായത് അതിൻ്റെ റൈം സ്കീമിനെ പറ്റി പറയാം, അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയെ പറ്റി പറയാം, പിന്നെ അതിനകത്ത് വരുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകളെ പറ്റി പറയാം. അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാം. പിന്നെ ഈ പോമിനെ പറ്റി നിങ്ങളുടെ സ്വന്തം അഭിപ്രായവും കൂടി ചേർത്ത് വേണം അപ്രീസിയേഷൻ എഴുതാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. താങ്ക് യു.